ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വചനവീട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ ദിവസം ഞാൻ കേട്ട ഒരു ഫോൺ സംഭാഷണമാണ് ഈ വീഡിയോയുടെ ആധാരം. ആ സംഭാഷണത്തിൽ കേട്ട ഒരു കുഞ്ഞു കാര്യത്തെ ഞാനൊരു കഥ പോലെ മാറ്റി പറയാൻ ആഗ്രഹിക്കുകയാണ്. കാരണം ഇത് മനസ്സിലാക്കാൻ ഇങ്ങനെ മാറ്റി പറയുമ്പോൾ നമുക്ക് കഴിയുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതൊരു സാങ്കല്പിക കഥയാണ്. രണ്ട് കൂട്ടുകാർ, ആ കൂട്ടുകാരുടെ വീട്ടിൽ രണ്ടുപേരുടെ വീട്ടിലും തത്തമ്മയുണ്ട്. തത്തമ്മ, ഒരാളുടെ വീട്ടിൽ തത്തമ്മയുടെ പ്രത്യേകത അത് പ്രാർത്ഥിക്കുന്ന തത്തമ്മയാണ്. ഒരാളുടെ വീട്ടിൽ തത്തമ്മയുടെ പ്രത്യേകത അത് തെറി പറയുന്ന തത്തമ്മയാണ്. അങ്ങനെ കൂട്ടുകാർ തീരുമാനിച്ചു, ഈ തെറി പറയുന്ന ശീലം നല്ലതല്ലല്ലോ. ആരിലൊക്കെ വീട്ടിൽ ഗസ്റ്റ് വരുമ്പോൾ ഈ തത്തമ്മ തെറി പറഞ്ഞാലും നാണക്കേടല്ലേ. അതുകൊണ്ട് ഈ കൂട്ടുകാർ തീരുമാനിച്ചു, ഈ തെറി പറയുന്ന തത്തമ്മയെ കൂടി പ്രാർത്ഥിക്കുന്ന തത്തമ്മയുടെ കൂട്ടിലിടാൻ തീരുമാനിച്ചു. അങ്ങനെ കൂട്ടിലിട്ടു. കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ അവർക്കൊരു കാര്യം മനസ്സിലായി. പ്രാർത്ഥിക്കുന്ന തത്തമ്മയുടെ പ്രാർത്ഥനാശീലം മാറി, അതും കൂടി തെറി പറയാൻ തുടങ്ങി. പ്രിയപ്പെട്ടവർ, തന്നെ ഒത്തിരി ചിന്തിപ്പിച്ചു. പ്രാർത്ഥിക്കുന്ന തത്തമ്മയുടെ കൂടെ തെറി പറയുന്ന തത്തമ്മയെ കൊണ്ടിട്ടപ്പോൾ തെറി പറയുന്ന ശീലം ഈ പ്രാർത്ഥിക്കുന്ന തത്തമ്മയോട് കിട്ടി. എന്നാൽ പ്രാർത്ഥനയുടെ ആ ചൈതന്യം മറ്റേ തത്തമ്മയോട് കിട്ടിയുമില്ല. ഇതെന്നെ ഒത്തിരി ചിന്തിപ്പിച്ചു. എന്തുകൊണ്ടാണ് ഇങ്ങനെ? പ്രിയപ്പെട്ടവരെ, ഇനി ഇത് ചിന്തിക്കുമ്പോഴൊക്കെ എൻ്റെ മനസ്സിൽ വന്ന രണ്ട് സംഭവങ്ങളാണ് പത്രോസ്ലീഹായും സ്നാപയോഹന്നാനും. നമുക്കറിയാം, പത്രോസ്ലീഹ 3 പ്രാവശ്യം ഇങ്ങനെ തള്ളിപ്പറയുമെന്ന് ഈശോ മുന്നറിയിപ്പ് കൊടുത്തതാണ്. അപ്പോൾ പത്രോസ്ലീഹ പറഞ്ഞു, കർത്താവേ, നിന്നോട് മരിക്കേണ്ടി വന്നാൽ ഞാൻ നിന്നെ തള്ളിപ്പറയില്ലെന്ന് പറഞ്ഞ പത്രോസ്ലീഹ ഏതാനും നിമിഷം കഴിയുമ്പോൾ തള്ളിപ്പറഞ്ഞു. ഞാനത് ചിന്തിച്ചു, എന്തുകൊണ്ടായിരിക്കാം? പ്രിയപ്പെട്ടവരെ, ഫ്രണ്ട്ഷിപ്പ് എല്ലാവരോടും ആവാം, എന്നാൽ ഫെലോഷിപ്പ് നമുക്ക് എല്ലാവരോടും പാടില്ല. ഈ ഒരു ഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. കാരണം പത്രോസ്ലീഹ ഈശോയെ തള്ളിപ്പറഞ്ഞപ്പോൾ ഇരുന്ന സാഹചര്യം വളരെ പ്രധാനപ്പെട്ടതാണ്. പത്രോസ്ലീഹ തീ കാഞ്ഞുകൊണ്ടിരുന്നത് ഈശോയെ ക്രൂശിക്കാൻ കാരണക്കാരായ അതിൽ സന്തോഷിക്കുന്നവരോട് കൂടെ ഇരുന്ന്, അതായത് തിന്മയ്ക്ക് കളമൊരുക്കിയ അവരോട് കൂടെ ഇരുന്ന് ഈശോയെ ക്രൂശിക്കാൻ കാരണമായ ഒരു ഗ്രൂപ്പിൻ്റെ കൂടെ ഇരുന്ന് തീ കാഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് പത്രോസ്ലീഹ ഈശോയെ തള്ളിപ്പറഞ്ഞത്. അതുപോലെ സ്നാപയോഹന്നാൻ, ലോകത്തിൻ്റെ പാപം നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടാണ് ഈശോ എന്ന് പ്രഖ്യാപിച്ച സ്നാപയോഹന്നാൻ, ഈശോയുടെ മാമോദീസ കാരണക്കാരനായ സ്നാപയോഹന്നാൻ, ഈശോയുടെ മുന്നോടിയായ സ്നാപയോഹന്നാൻ ജയിലിൽ കഴിയുമ്പോൾ ശിഷ്യന്മാരെ വിട്ട് ചോദിക്കുന്നുണ്ട്, വരുവാനിരിക്കുന്നവൻ നീ തന്നെയോ? എങ്ങനെയാണ് സ്നാപയോഹന്നാൻ ഇങ്ങനെ ഒരു സംശയം ഉണ്ടായത്? ഉത്തരം ലളിതമാണ്. തിന്മയുടെ സ്വാധീനത്തിൽ കഴിയുമ്പോൾ ആ വ്യക്തികളുടെ തിന്മകൾ നമ്മുടെ ഉള്ളിലേക്ക് കൂടെ കടന്നു വരും. അതുകൊണ്ട് നമ്മൾ ഓർക്കണം, സൗഹൃദം എല്ലാവരോടും നല്ലതാണ്. പക്ഷെ നമുക്ക് ചില കൂട്ടായ്മകൾ, അത് നമ്മുടെ ഉള്ളിലെ ആത്മീയതയെ പ്രചോദിപ്പിക്കുന്ന ദൈവമക്കളോട് കൂടിയായിരിക്കണം നമ്മുടെ കൂട്ടായ്മ എന്ന് നമ്മൾ ഓർക്കണം. ചില കാര്യങ്ങളോടൊക്കെ നമ്മൾ നോ പറയേണ്ടതുണ്ട്. ചില ബന്ധങ്ങളിൽ നിന്നൊക്കെ നമ്മൾ അകലം പാലിക്കേണ്ടതുണ്ട്, നമ്മുടെ ഉള്ളിലെ ക്രൈസ്തവ ജീവിതത്തെ ബലപ്പെടുത്താൻ വേണ്ടി. പ്രിയപ്പെട്ടവരെ, പുഴ ഒരിക്കലും മുകളിലേക്ക് ഒഴുകാറില്ല. എല്ലാ പുഴകളും താഴോട്ടാണ് ഒഴുകുന്നത്. ഈ ലോക ജീവിതം എന്ന് പറയുന്നത് ഒഴുകുന്ന പുഴ പോലെയാണ്. ഒഴുകുന്ന പുഴയുടെ പ്രത്യേകത, നീന്തലറിയാത്ത ഒരാൾക്കും ആ പുഴയിൽ സഞ്ചരിക്കാം താഴോട്ട്. എന്നാൽ ക്രൈസ്തവ ജീവിതം എന്ന് പറയുന്നത് ഒഴുകുന്ന പുഴയ്ക്ക് എതിരെ നീന്തിക്കയറുന്ന ഒരു വ്യക്തിക്ക് തുല്യമാണ്. കാരണം പുഴ താഴോട്ടൊഴുകുന്നത് ലോകജീവിതമാണെങ്കിൽ മുകളിലേക്ക് നീന്തിക്കയറുന്നതാണ് ക്രൈസ്തവ ജീവിതം, ആത്മീയ ജീവിതം. അതുകൊണ്ട് തന്നെ പാപത്തിൽ വീഴാൻ നമുക്ക് എളുപ്പമാണ്, പാപം ചെയ്യാനും നമുക്ക് എളുപ്പമാണ്. കാരണം അതിന് നമുക്ക് കൃപയുടെ ഒന്നും ആവശ്യമില്ല. വിശുദ്ധ ജീവിതം നയിക്കാനാണ് നമുക്ക് കൃപയുടെ ആവശ്യമുള്ളത്. മലയാളത്തിൻ്റെ ഗാനഗന്ധർവൻ യേശുദാസിൻ്റെ മനോഹരമായ പാട്ടില്ലേ, ദർശനം നൽകണേ മിശിഹായേ എന്നുള്ള, അതിൻ്റെ 2ാമത്തെ വരി വളരെ ശ്രദ്ധേയമാണ്. പാപമുലകിൽ എൻ വാസം ചിരം, യേശു തുണ തന്നെ ജീവബലം. അതായത് പാപം ഉലകിൽ എന്നോട് കൂടെ വസിക്കുന്നു. പാപം നമുക്ക് ചുറ്റുമുണ്ട് എപ്പോഴും. അപ്പോൾ ആ പാപത്തെ തോൽപ്പിക്കണമെന്ന് നമുക്ക് കൃപ ആവശ്യമാണ്. ആ പാട്ടിൽ തന്നെ പല്ലവിയിൽ നമ്മളിങ്ങനെ വീണ്ടും പാടുന്നുണ്ട്, രാവും പകലും നിൻഹിതമോടു ഞാൻ വാഴാൻ വരമിന്നു തന്നീടണേ. പ്രിയപ്പെട്ടവരെ, പാപം ചെയ്യാൻ എളുപ്പമാണ്. പാപത്തിൻ്റെ സ്വാധീനം നമുക്ക് ചുറ്റുമുണ്ട്. എന്നാൽ ദൈവത്തെ തേടാനും ദൈവത്തെ മുറുകെ പിടിക്കാനും ഒരു കൃപ നമുക്ക് ഓരോ നിമിഷവും ആവശ്യമാണ്. മുമ്പ് നമ്മൾ കണ്ടതുപോലെ ഒഴുകുന്ന പുഴയ്ക്കെതിരെ നീന്തിയ ഒരു വ്യക്തി അങ്ങ് ഒരു ദിവസം മുഴുവൻ നീന്തിയാലും കുറച്ച് സമയം നീന്തായിരുന്നാൽ മതി, എവിടെ യാത്ര തുടങ്ങിയോ അതിന് താഴേക്ക് പോകും. അതുകൊണ്ട് വിശുദ്ധ ജീവിതം നയിക്കാൻ നമുക്കൊരു ബലപ്രയോഗം എപ്പോഴും ആവശ്യമാണ്. ഒത്തിരി കാര്യങ്ങൾ നമ്മൾ അകലം സൂക്ഷിക്കേണ്ടതുണ്ട്. കുമ്പസാരിക്കുന്നതിന് മുൻപ് നമ്മൾ മനസ്താപ പ്രകടനം ചൊല്ലി പ്രാർത്ഥിക്കാറുണ്ട്. അതിൻ്റെ ഒരു വരി നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല. എൻ്റെ ദൈവമേ, ഏറ്റവും നല്ലവനും എല്ലാവരും ഉപരിയായി സ്നേഹിക്കപ്പെടുവാൻ യോഗ്യനുമായ അങ്ങേക്കെതിരായി പാപം ചെയ്തു പോയതിനാൽ പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ മനസ്തിരിക്കുകയും പാപങ്ങളെ വെറുക്കുകയും ചെയ്യുന്നു. അങ്ങേ ഞാൻ സ്നേഹിക്കുന്നു. എൻ്റെ പാപങ്ങളാൽ എൻ്റെ ആത്മാവിനെ ശുദ്ധമാക്കിയതിനാലും സ്വർഗത്തെ നഷ്ടപ്പെടുത്തി നരകത്തിന് അർഹനായി തീർന്നതിനാൽ ഞാൻ ഖേദിക്കുന്നു. അങ്ങയുടെ പ്രസാദപര സഹായത്താൽ പാപ സാഹചര്യങ്ങളെ ഉപേക്ഷിക്കുമെന്നും. പ്രസാദപര സഹായത്താൽ പാപ സാഹചര്യങ്ങളെ ഉപേക്ഷിക്കുന്ന, പാപത്തെയല്ല, പാപ സാഹചര്യങ്ങൾ നമ്മൾ ആദ്യം മറികടക്കണം. മദ്യപിക്കുന്ന ഒരാൾ മദ്യപാനികളായ കുറേ പേരുടെ കൂടെ പോയിരുന്നാൽ ഓട്ടോമാറ്റിക് മദ്യപിച്ചിരിക്കും. പരദൂഷണം പറയുന്ന ഒരാൾ ഒരു ഗ്രൂപ്പിൻ്റെ കൂടെ നമ്മൾ പോയിരുന്നാൽ നമ്മൾ ഓട്ടോമാറ്റിക് പരദൂഷണം പറയും.
മറ്റുള്ളവരെല്ലാം പരിഹസിക്കുന്ന ഒരു ഗ്രൂപ്പിൻ്റെ കൂടെ നമ്മൾ പോയിരുന്നാൽ മതി. നമ്മളിങ്ങനെ പറയരുത് പറഞ്ഞ് ആഗ്രഹിച്ചാൽ നമ്മൾ പറഞ്ഞു പോകും. അതുകൊണ്ട് ഫ്രണ്ട്ഷിപ്പ് എല്ലാവരോടും നല്ലതാണ്, എന്നാൽ ഫെലോഷിപ്പ് നമുക്ക് എല്ലാവരോടും പാടില്ല എന്ന് വചനം നമ്മെ ഓർപ്പിക്കുന്നു. ഈ ചിന്തകളിലൂടെ ഈശോയെ തള്ളി പറഞ്ഞ പത്രോസ്ലീഹായുടെ ഭാഗം വായിക്കുമ്പോഴും സ്നാപക യോഹന്നാൻ ഈശോയെ സംശയിക്കുന്ന ഭാഗം വായിക്കുമ്പോഴൊക്കെ നമ്മൾ ഓർക്കണം, ഫ്രണ്ട്ഷിപ്പ് എല്ലാവരോടും ആവാം, ഫെലോഷിപ്പ് എല്ലാവരോടും പാടില്ല. കാരണം ആത്മീയതയെ കെടുത്തിക്കളയുന്ന സംഭാഷണങ്ങളും ചിന്തകളും ഒരു ഗ്രൂപ്പിലുണ്ടെങ്കിൽ അത് പോകാതിരിക്കുകയാണ് നല്ലതെന്ന് ഈ വചനമൊക്കെ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. നന്ദി.